ഏതൊക്കെയുണ്ട് വേറെ? കരിമീനിന് പുറമെ കല്ലേമുട്ടി, അനാബസ് എന്ന് പറയുന്ന സ്പീഷീസ്, വരാല്, കാരി, നാടൻ മുഷി, ഇവയൊക്കെ തന്നെ നമ്മുടെ തനത് മത്സ്യങ്ങളാണ്. ഇവയൊക്കെ തന്നെ സർക്കാർ ഇപ്പം പല പദ്ധതികളിലൂടെയും വളർത്താൻ വേണ്ടിയിട്ട് കർഷകരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പല കർഷകരും ഇപ്പോൾ വരാലൊക്കെ നമുക്ക് ഈ ടാർപ്പാളിനുള്ള കുളമുണ്ട്, പടുതാ കുളം എന്ന് പറയും. ആ കുളത്തിനകത്തൊക്കെ പലരും ഈ ഇതിൻ്റെ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നുണ്ട്, അതിനെ വളർത്തി വിൽക്കുന്നുണ്ട്. നല്ല ലാഭം അവർക്ക് കിട്ടുന്നുണ്ട് അതിലൂടെ. ഓക്കെ. അപ്പോൾ ഈ വരാല് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നാച്ചുറൽ നമ്മുടെ മീനുകളിൽ വരാല് ഭയങ്കരമായിട്ട് ഇത് നേടിയിട്ടുണ്ട്. ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര കർഷകർ ഒരുപാട് പേര് ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. വരാല് വലിയൊരു മീനായി മാറിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ച് കാലം ആയിട്ടേ ഉള്ളൂ. വരാലിൻ്റെ ആ ഒരു സ്കീം വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അതായത് വരാലിൻ്റെ സീഡുകൾ കർഷകരിൽ എത്തിക്കുന്നു, അവർ വളർത്തുന്നു, അവർക്ക് ആ തീറ്റയ്ക്ക് ഒരു സബ്സിഡിയും കൊടുക്കുന്നു. നല്ല രീതിയിലുള്ള സബ്സിഡി തന്നെ സർക്കാർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ പദ്ധതികളാണ് സാധാരണ ഒരു മത്സ്യ കർഷകനായിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു